ഹലോ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാനിതാ ഇന്ന് മന്തി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് മാത്രം ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിലൂടെ ഉണ്ടാക്കിയൊരു മന്തിയാണ്. കൂടുതൽ സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ആദ്യം ഉള്ളി നല്ലവണ്ണം നെരിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, തക്കോലം, ഏലം ഇത് മൂന്നും ചേർത്ത് ചേർത്ത് കണ്ട് നല്ല ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ല നെരിഞ്ഞിട്ട് അതിലേക്ക് ഇത് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നല്ല വഴറ്റുക. ഉള്ളി ഒരു ചുവപ്പ് കളറായി കഴിഞ്ഞാൽ ഇടാനുള്ള സാധനം എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ലേശം മുളകും പൊടി ഇട്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു സ്പൂണിൻ്റെ പകുതി ഇട്ട് ഞാൻ ഖത്തറിന്ന് കൊടുന്ന സൽസ ഉണ്ടായിരുന്നു, അതായത് ടൊമാറ്റോ പേസ്റ്റാണ്, സോസല്ല. അപ്പോൾ അത് നല്ലോണം ഇളക്കി വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം ലൈറ്റ് തീയിൽ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കളറുമായിട്ട് ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ വലിയ പീസാണ്, മന്തിക്ക് വലിയ പീസ് ഇട്ട് കൊടുക്കണം. എല്ലാ പീസും ഇട്ട് കൊടുത്ത് നല്ലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ വെള്ളം ഒഴിച്ച് അത് നല്ല ഇളക്കി കൊടുത്ത് വേവിക്കാം. അപ്പം അത് വേകുന്നത് വരെ നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിൽ വേറെ പണിയുണ്ട്. അതിൽ കുറച്ച് സൽസ ഇതിലേക്ക് ഒഴിച്ചിട്ട് ലേശം ഓയിൽ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് ലേശം കളർ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. വെന്ത കോഴിയാണ്, ഒരു 3/4 ഭാഗം വേവണം. വെന്തതിന് ശേഷം ഇങ്ങനെ ഈ മസാലയിൽ ഇട്ടിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം. അത് പൊരിക്കാനുള്ളതാണ്. പൊരിച്ചിട്ട് ഓവറായിട്ട് പൊരിച്ച് നെരിക്കരുത്. ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലാം ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റോ ഒക്കെ നിർത്തിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. വെന്ത കോഴി ആയതുകൊണ്ട് കൂടുതൽ സമയം അതിൽ കിടക്കണ്ട. അപ്പോൾ നമ്മൾ ചോറിൻ്റെ അടുത്തേക്ക് വീണ്ടും വന്ന് നല്ല അടിപൊളി റൈസായി. ഇത് ബസ്മതി റൈസ് വൈറ്റ് അല്ല, ഇത് റെഡ് റൈസാണ്. കോഴി പൊരിച്ചതൊക്കെയാണ്. കോഴി പൊരിച്ച് കഴിഞ്ഞ് അപ്പം ഞാൻ ചോറൊക്കെ ദമ്മ് ഇടാൻ പോവാണ്. ദമ്മ് ഇട്ട് വിളമ്പിക്കഴിഞ്ഞ്, അപ്പോൾ വിളമ്പിയ രൂപമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. എല്ലാവരും പറഞ്ഞ് നല്ല രസമുള്ള മന്തിയാണെന്ന് തിന്നു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എല്ലാവരും ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. വേറെ ഒരു സാധനം ഇതിലേക്ക് വേണ്ട. കുറച്ച് മാഗി ക്യൂബ് വേണം. അത് 1 കിലോയിൽ 2 പെട്ടി മാഗി ക്യൂബ് മാത്രം മതി. ബാക്കിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വിവരം പോലെ പറയാം. എന്നാൽ ഓക്കെ, അസ്സലാമു അലൈക്കും.